ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ജുബീസ് വണ്ടർ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാങ്ങ വെച്ചൊരു വിഭവമാണ്. ഈ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സാധനമാണല്ലോ മാങ്ങ. അതുകൊണ്ട് വീഡിയോയിലിട്ട് പോവാം. അതിനാദ്യമായിട്ട് വേണ്ടത് 3 ഇടത്തരം വലുപ്പത്തിലുള്ള മാങ്ങയാണ്. അതേ തൊലി കളഞ്ഞ് വെച്ചതാണ്. ഞാൻ മാങ്ങ കുറച്ച് കയ്പുള്ള മാങ്ങ ആയതുകൊണ്ടാണ് തൊലി കളഞ്ഞത്. അല്ലെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമില്ല. നന്നായി പഴുക്കാനും പാടില്ല, എന്നാൽ പച്ചയാവരുത്. അങ്ങനെയുള്ള മാങ്ങ വേണം. പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് വേപ്പിൻ്റെ ഇല, കുറച്ച് ചപ്പ്, കുറച്ച് ഉലുവ, കടുക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അരി. ആദ്യം നമുക്ക് അരിയും ഉലുവയും വറുത്തെടുക്കാം. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് ഉലുവ എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് വേണ്ട, ഞാൻ അങ്ങനെ മൊത്തത്തിൽ എടുത്തുന്നേ ഉള്ളൂ. അരി നന്നായി വറുക്കുക. ഒരുവിധം നന്നായി അരി പൊട്ടി വരുമ്പോൾ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കും. ഉലുവയും അരിയും നന്നായി പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കുക. കുറച്ച് ചൂടാറിയതിന് ശേഷം രണ്ടും കൂടി മിക്സിയിലിട്ട് പൊടിക്കുക. അതിനുശേഷം ചട്ടി വെച്ച് എണ്ണ ചൂടായതിന് ശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള വേഗത്തിൽ വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. എന്ന് വെച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ വഴലേണ്ട ആവശ്യമില്ല. ഒന്ന് കടിക്കണ രൂപത്തിലല്ല, കുറച്ചൊന്ന് വഴണ്ടാൽ മതി. അതിനുശേഷം തക്കാളി ആഡ് ചെയ്യുക. തക്കാളിയും പച്ചമുളകും. ഞാൻ 2 ചെറിയ പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് എരിവ് അധികം പറ്റുമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കുക. ഒന്ന് വേഗത്തിലാവാൻ വേണ്ടി മൂടിയിട്ട് കത്തിക്കുക. തക്കാളി നന്നായി പേസ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളി അരച്ച് ചേർക്കുക. കുറച്ച് ചേർത്താൽ മതി. ഒരു വെജ് വിഭവമാകുമ്പോൾ അതിൽ ഇഞ്ചും വെളുത്തുള്ളി അധികം ചേർക്കണ്ട. കുറച്ച് വേപ്പിൻ്റെ ഇല ചേർക്കുക. ഇഞ്ചും വെളുത്തുള്ളി ആ പച്ചമണം പോയതിന് ശേഷം കുറച്ച് 2 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ്, അതിന് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത്. എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഉപയോഗിക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. അതും അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക.
ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് മാങ്ങ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വേവാൻ വേണ്ടി മൂടിയിട്ട് വേവിക്കും. മാങ്ങ വെന്തോന്ന് നോക്കണം. വെന്തുടയാൻ പാടില്ല മാങ്ങ. വെന്തില്ലെങ്കിൽ ഒന്നും കൂടി മൂടിയിട്ട് വേവിക്കുക. അതിനുശേഷം നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ചില്ലേ അരിയും ഉലുവയും കൂടി, അത് ഈ ഒരു രൂപത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത്. അതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. നമ്മൾ മാങ്ങയുടെ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഇത് ആഡ് ചെയ്യാൻ. കൂടാൻ പാടില്ല, ഉലുവ ഉള്ളതുകൊണ്ട് കയ്പ്പ് വരും. അപ്പോൾ ഈ ഒരു 3 മാങ്ങയ്ക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരി ഉലുവയും പൊടിച്ചത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യും. മധുരം പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. പുളി കുറവാണ് മാങ്ങക്കെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടിയിടണം. അതിനുശേഷം ചപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് വയ്ക്കാം. കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ എന്ത് ചെയ്യാൻ ഇങ്ങനെ കണ്ട് ഇട്ട് കൊടുക്കുക. അതിന് പ്രത്യേക തരം ടേസ്റ്റാണ്. അതിൻ്റെ ഇങ്ങനെ പൊട്ടൂലേ. അപ്പോൾ ഈ സാധനം ഇങ്ങനെ വെക്കുക. കുറച്ചും കൂടെ നിൽക്കുന്നത് പൊട്ടു മുളക് ആഡ് ചെയ്യാം. വേപ്പിൻ്റെ ആഡ് ചെയ്യാം. കുട്ടി തമാശ. ഈ ഫാത്തിമ കിടകൾ കെട റിമൂനെ കെട. നല്ല ഗ്യാസുള്ള കൊലമാവ് ഐശ്വര്യ നമുക്ക് കട്ട് ചെയ്യാൻ കാണിക്കുന്നത്. ഒരു അടുക്കളാകുമ്പോൾ എല്ലാ വീട്ടിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. മിച്ചിൻ്റെ ചേർത്തത് നല്ല ടേസ്റ്റ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.